ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വോയിഡ് എഗ്രിമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. മുന്നത്തെ വീഡിയോയിലെല്ലാം നമ്മൾ വാലിഡ് എഗ്രിമെൻറ്റ്സിനെ കുറിച്ചും ഒരു എഗ്രിമെൻറ്റ് വാലിഡ് ആവാൻ എന്തൊക്കെ സംഭവങ്ങളാണ് വേണ്ടതെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ വോയിഡ് എഗ്രിമെൻറ്റ്സിനെ കുറിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ മുമ്പേ വോയിഡ് എഗ്രിമെൻറ്റ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നതേ ഉള്ളൂ, കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്യാതിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. ഓക്കെ, സെക്ഷൻ 2G ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റിലാണ് ആൻ എഗ്രിമെൻറ്റ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ ഈസ് സെറ്റ് ടു ബി വോയിഡ് എന്ന് പറയുന്നത്. അതായത് വോയിഡ് എഗ്രിമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ വെച്ചിട്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ലോ ഉപയോഗിച്ച് നമുക്ക് നടപ്പിലാക്കാൻ പറ്റാത്ത എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയുള്ള എഗ്രിമെൻറ്റ്സ് ആണ് വോയിഡ് എഗ്രിമെൻറ്റ്സ് എന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന 5 വോയിഡ് എഗ്രിമെൻറ്റ്സ് നമ്മൾ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്, എന്നാലും ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോവാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് ബൈ ഓർ വിത്ത് പേഴ്സൺസ് ഇൻകോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്റ്റ്. എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ ഇൻകോമ്പീറ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിരിക്കും. സെക്ഷൻ 10 and 11 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് എഗ്രിമെൻറ്റ് എൻറ്റേർഡ് ത്രൂ എ മ്യൂച്വൽ മിസ്റ്റേക്ക്. ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ ഒരു മ്യൂച്വൽ മിസ്റ്റേക്ക് അല്ലെങ്കിൽ രണ്ടുപേരും ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതും ഒരു വോയിഡ് എഗ്രിമെൻ്റ് ആയിരിക്കും. സെക്ഷൻ 20 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് അൺലോഫുൾ ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ. സെക്ഷൻ 23 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഈ എഗ്രിമെൻറ്റ് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണോ, അതായത് ആ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അൺലോഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ആ എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കും. ഇനി ഈ എഗ്രിമെൻറ്റ് നടത്തിയെടുത്താൽ അതിന് കൊടുക്കുന്ന കൺസിഡറേഷൻ അല്ലെങ്കിൽ വേതനം എന്നോ എന്താ പറയുക, നമ്മളതിന് മണി, ഇതൊക്കെ നമ്മൾ കൺസിഡറേഷൻ എന്താണെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അൺലോഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിലും ആ എഗ്രിമെൻറ്റ് വോയിഡായി മാറും. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് പാർഷ്യൽ അൺലോഫുൾ ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ. ഈ ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഫുള്ളി അൺലോഫുൾ അല്ല, പക്ഷെ പകുതിയെങ്കിലും അൺലോഫുൾ ആണെന്നുണ്ടെങ്കിൽ അതും ഈ എഗ്രിമെൻറ്റിനെ വോയിഡാക്കി മാറ്റും. സെക്ഷൻ 24 അതിനെക്കുറിച്ച് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് യാതൊരുവിധ കൺസിഡറേഷനും ഇല്ലാതെയാണ് ഈ എഗ്രിമെൻറ്റുമായിട്ട് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ആ എഗ്രിമെൻറ്റ് വോയിഡായിരിക്കും. സെക്ഷൻ 25 പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ വോയിഡ് എഗ്രിമെൻറ്റിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുന്നത്തെ വീഡിയോസ് നോക്കിയിട്ട് ഈ പോയിൻറ്റ്സ് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി വോയിഡ് ആവുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് എഗ്രിമെൻ്റ് ആണ് ഇമ്പോസിബിൾ എഗ്രിമെൻറ്റ്. സെക്ഷൻ 56 ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇതിനൊരു ഫണ്ണി ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, രണ്ട് പേര് തമ്മിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. കോൺട്രാക്റ്റ് എന്താണെന്ന് വെച്ചാൽ 1,00,000 രൂപ തരാം, ചന്ദ്രനെ പിടിച്ചു കൊടുക്കണം. അതൊരു പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഇമ്പോസിബിളായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ഇമ്പോസിബിൾ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 56 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് ടു ഡു ആൻ ആക്ട് ആഫ്റ്റർ വേർഡ്സ് ബിക്കം ഇമ്പോസിബിൾ ഓർ അൺലോഫുൾ. അതായത് ചില ടൈപ്പ് ഓഫ് എഗ്രിമെൻറ്റുകളുണ്ട്, തുടക്കത്തിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോസിബിൾ ആയിരിക്കും, പക്ഷെ ലേറ്റർ ഓൺ ഇമ്പോസിബിൾ ആവുന്നു. അങ്ങനെയുള്ള കോൺട്രാക്റ്റും വോയിഡ് തന്നെയാണെന്നാണ് സെക്ഷൻ 56 പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, രണ്ട് പേഴ്സൺസ് തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. പിന്നീടാണ് അതിലൊരാൾ മാഡ് ആവുകയാണ്, അതായത് മെൻ്റലി ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അയാൾക്ക് വരുന്നു. അപ്പോൾ അടുത്ത ആൾക്ക് വേണമെങ്കിൽ ആ കല്യാണത്തിൽ നിന്ന് പിന്മാറാവുന്നതാണ്. അതായത് തുടക്കത്തിൽ ആ കല്യാണമായിട്ട് മുമ്പോട്ട് പോകാൻ പോസിബിൾ ആയിരുന്നു, ലേറ്റർ അയാൾക്ക് മാഡായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കോൺട്രാക്റ്റ് മുമ്പോട്ട് പോകുന്നത് ഇമ്പോസിബിളായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ആ കോൺട്രാക്റ്റ് വോയിഡായിട്ട് മാറുകയാണ്. ഇതാണ് സെക്ഷൻ 56 പറയുന്നത്. ഇനി മറ്റൊരു സിറ്റുവേഷൻ ഉണ്ട്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ ഒരാൾക്കറിയാം ഈ കോൺട്രാക്റ്റ് ഇമ്പോസിബിൾ ആണെന്ന്, മറ്റേയാൾ വിചാരിക്കുന്നത് അത് പോസിബിൾ ആണെന്നുമാണ്. ഇങ്ങനെയൊരു കേസിൽ ഈ ഇമ്പോസിബിൾ ആണ് എന്നറിയാവുന്ന ആളിനോട് മറ്റേ ആൾക്ക് കോമ്പൻസേഷൻ ചോദിക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിളാണ്, എയും ബിയും തമ്മിൽ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുന്നു. പക്ഷേ എ ഓൾറെഡി മാരീഡ് ആയിരുന്നു. അപ്പോൾ അയാൾക്കറിയാം ബിയുമായിട്ടുള്ള കല്യാണം അയാളുടെ സെക്കൻഡ് മാരേജ് ആവും, അതൊരു അൺലോഫുൾ ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത്. എന്നിട്ടും
അയാൾ എയും ബിയും തമ്മിലുള്ള കല്യാണം കഴിക്കാമെന്നുള്ള കോൺട്രാക്റ്റായിട്ട് മുമ്പോട്ട് പോവാണ്. പിന്നീട് ബി അറിയുന്നു എ കല്യാണം കഴിച്ചതാണെന്ന്. ബിക്ക് എയുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങിക്കാൻ പറ്റും ഫോർ ദ നോൺ പെർഫോമൻസ് ഓഫ് ഹിസ് പ്രോമിസ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വോയിഡ് എഗ്രിമെൻ്റ് ആണ് റിസ്ട്രെയിൻ ഓഫ് മാരേജ്. സെക്ഷൻ 26 ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്റ്റിൽ ഒരു മാരേജിനെ റിസ്ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ക്ലോസ് അല്ലെങ്കിൽ ഒരു പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു വോയിഡ് എഗ്രിമെൻ്റ് ആയിട്ട് മാറും. An agreement in restraint of the marriage of any person other than a minor is void. ഈ റിസ്ട്രെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ പറയുകയാണ്, നീ ഇന്നയാളെ തന്നെ കല്യാണം കഴിച്ചാലാണ് നിനക്ക് ഞാൻ എൻ്റെ സ്വത്തിൻ്റെ അവകാശം തരുള്ളൂ, അല്ലെങ്കിൽ നീ കല്യാണമേ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന 5 പേരിൽ ഒരാളെ തന്നെ നീ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള എല്ലാ ക്ലോസുകളും റിസ്ട്രെയിൻ ഓഫ് മാരേജിൻ്റെ കീഴിൽ വരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ക്ലോസ് കോൺട്രാക്റ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് വോയിഡ് ആയിട്ട് മാറും. അടുത്ത വോയിഡ് എഗ്രിമെൻ്റ് ആണ് സെക്ഷൻ 27 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയുന്ന റിസ്ട്രെയിൻ ഓഫ് ട്രേഡ്. നമുക്കറിയാം ഫ്രീഡം ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ഒരു ലോഫുൾ ആയിട്ടുള്ള ട്രേഡോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ ചെയ്യുന്നത് തടയാൻ നമുക്ക് ആർക്കും സാധിക്കില്ല. ഇനി ഇങ്ങനെയുള്ള ഒരു ലോഫുൾ പ്രൊഫഷൻ, ട്രേഡ് ഓർ ബിസിനസ് ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു റിസ്ട്രെയിൻ വരുത്തിക്കൊണ്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയാൽ ഇറ്റ് ഈസ് ആൻ വോയിഡ് എഗ്രിമെൻറ്റ്. പക്ഷേ ഇതിന് ഒത്തിരി എക്സെപ്ഷൻസും ഉണ്ട്. ആൻഡ് ദ ഫസ്റ്റ് വൺ ആണ് സെയിൽ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു ബിസിനസ് നടത്തുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗുഡ് വിൽ ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ബ്രാൻഡിനെ അല്ലെങ്കിൽ ആ ബ്രാൻഡ് നെയിമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, എന്താണോ ബിസിനസ് ചെയ്യുന്ന ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീനെ ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ എസൻസ് ഓഫ് ഗുഡ് വിൽ മീൻസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദ ഗുഡ് നെയിം, റെപ്യൂട്ടേഷൻ ആൻഡ് കണക്ഷൻ ഓഫ് ദ ഫേം ആണ്. ഇനി ഈ സെയിൽ ഓഫ് ഗുഡ് വിൽ എങ്ങനെയാണ് റിസ്ട്രെയിൻ ഓഫ് ട്രേഡിൻ്റെ എക്സെപ്ഷൻ ആവുന്നതെന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. എനിക്ക് പോപ്പി ഐസ്ക്രീംസ് എന്ന് പറഞ്ഞ ഒരു ഫേമസ് ഐസ്ക്രീം ബിസിനസ് ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നീട് ഡ്യൂ ടു സം റീസൺസ് ഞാനിത് മറ്റൊരാൾക്ക് വിൽക്കാൻ തീരുമാനിക്കുന്നു. വിൽക്കുമ്പോൾ ഇതിൻ്റെ ഈ ബ്രാൻഡ് നെയിമായിട്ടുള്ള പോപ്പി ഐസ്ക്രീം എന്ന പേരുൾപ്പെടെയാണ് ഞാൻ വിൽക്കുന്നത്. കാരണം അതൊരു ആ പോപ്പി ഐസ്ക്രീം എന്നുള്ള പേര് അതിൻ്റെ ഗുഡ് വില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുൾപ്പെടെ ആണ് ഞാൻ ഈ ബയറിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബയറിന് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മേലിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് വയ്ക്കാവുന്നതാണ്. റെസ്ട്രിക്ഷൻസ് എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്നോട് പറയാം, ഈ പോപ്പി എന്ന പേരിൽ ഒരു ഐസ്ക്രീം ബിസിനസ് ഞാൻ ഇനി തുടങ്ങാൻ പാടില്ല. ഇനി ഇൻ കേസ് ഞാനൊരു ഐസ്ക്രീം ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ഇത്ര ജോഗ്രഫിക്കൽ ലിമിറ്റിൻ്റെ ഉള്ളിൽ തുടങ്ങാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ബയ്യർ സെല്ലറിൻ്റെ മേളിൽ വെക്കുന്ന ഈ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് വാലിഡാണ്. ഇങ്ങനൊരു റെസ്ട്രിക്ഷൻ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൺട്രാക്റ്റ് ഒരിക്കലും വോയിഡ് ആവുന്നില്ല. ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഈ പാർട്ട്ണർഷിപ്പ് ആക്റ്റിലും പറയുന്നുണ്ട്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാർട്ട്ണർ ഈ പാർട്ട്ണർഷിപ്പ് ഫേം ചെയ്യുന്ന സിമിലർ ആയിട്ടുള്ളൊരു ബിസിനസ് വേറെ പോയി തുടങ്ങാൻ പാടില്ല. അതായത് പാർട്ട്ണർഷിപ്പിൽ എക്സിസ്റ്റിംഗ് ആയിരിക്കുമ്പോൾ വേറൊരു ബിസിനസ് തുടങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് ഈവൻ ദോ അതൊരു റെസ്ട്രിക്ഷൻ ആണെങ്കിലും അതൊരു വാലിഡ് റെസ്ട്രിക്ഷനാണ്. ഇനി ഇയാൾ ഈ പാർട്ട്ണർഷിപ്പ് ഫേം വിട്ട് പുറത്തോട്ട് പോകണം, ഒരു ഔട്ട് ഗോയിങ് പാർട്ട്ണർ ആവുകയാണെന്നുണ്ടെങ്കിൽ പോലും അയാളുടെ മേളിൽ ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന് റെസ്ട്രിക്ഷൻസ് വെക്കാം. അതായത് നീ പാർട്ട്ണർഷിപ്പ് ഫേം വിട്ട് പൊക്കോളൂ, പക്ഷേ സിമിലർ ആയിട്ടുള്ള ബിസിനസ് നീ ഇത്ര ജോഗ്രഫിക്കൽ ലിമിറ്റിൽ തുടങ്ങാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ ഫോർ 1 ഇയറിലേക്ക് നീ ഇതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ ബിസിനസ്സും ചെയ്യാൻ പാടില്ല എന്നോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലയൻറ്റ്സ് ഓർ ബയേഴ്സുമായിട്ട് നീ ബിസിനസ്സിൽ ഏർപ്പെടാൻ പാടില്ല എന്നോ, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഈ ഓൺഗോയിങ് പാർട്ട്ണറിൻ്റെ മേളിൽ വെക്കാനായിട്ടുള്ള റൈറ്റും ഈ പാർട്ട്ണർഷിപ്പ് ഫേമുകൾക്കുണ്ട്. അങ്ങനെയുള്ള എഗ്രിമെൻറ്റ്സും വാലിഡ് ആയിരിക്കും. അടുത്ത എക്സെപ്ഷനാണ് ട്രേഡ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കവലയിൽ 3 ബാർബർ ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, 3 സലൂൺ. അപ്പോൾ അവർ തമ്മിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു എഗ്രിമെൻറ്റിൽ എത്താവുന്നതാണ്. ഇത്ര രൂപയിൽ കുറച്ച് നമ്മൾ മുടി വെട്ടി കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അതൊരു വാലിഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റാണ്, ഒരിക്കലും അത് വോയിഡ് ആയിരിക്കില്ല. ഇനി ലാസ്റ്റ് എക്സെപ്ഷനാണ് സർവീസ് എഗ്രിമെൻറ്റ്. അതായത് നമുക്കറിയാം ഒരാളൊരു ഗവൺമെൻറ് സർവീസിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് നടത്താൻ പാടില്ല.
ഇപ്പോൾ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ട്യൂഷൻസ് കൊടുക്കരുത്, ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റായിട്ട് കൺസൾട്ടേഷൻസ് നടത്താൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള റെസ്ട്രിക്ഷൻസ് സർവീസ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. അതും ഒരു വാലിഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആയിരിക്കും. അടുത്തത് റിസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിംഗ്. സെക്ഷൻ 28 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് രണ്ട് പാർട്ടീസ് തമ്മിലൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അതിനകത്തൊരു ക്ലോസ് ആണ്, ഈ കോൺട്രാക്റ്റിന് മേലിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ കോടതിയിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീഗൽ പ്രൊസീഡിങ്സുമായിട്ട് മുമ്പോട്ട് പോകാൻ പാടില്ല എന്ന്. അങ്ങനൊരു ക്ലോസ് വെച്ചാൽ ആ എഗ്രിമെൻറ്റ് വോയിഡായിട്ട് മാറും. കാരണം എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ കോടതി പോവുക എന്ന് പറയുന്നത് ഒരാളുടെ റൈറ്റാണിരുന്നത്. അതിനെ എങ്ങനെയാണ് ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ട് നമുക്ക് റിസ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത്? അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്ലോസ് വന്നാൽ ആ എഗ്രിമെൻറ്റ് വോയിഡായിട്ട് മാറും. പിന്നെ കോൺട്രാക്റ്റിൽ പറയുകയാണ് ലീഗൽ റൈറ്റുമായിട്ട് മുമ്പോട്ട് പോകാം, പക്ഷേ കുറേ നാൾക്ക് ശേഷം, ഫോർ എക്സാമ്പിൾ ഒരു 10 കൊല്ലത്തിന് ശേഷം മാത്രമാണ് ഡിസ്പ്യൂട്ട് ഉണ്ടായ കേസ് കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും റിസ്ട്രെയിൻ ഓഫ് ലീഗൽ പ്രൊസീഡിങ് തന്നെയാണ്. ഈ ലിമിറ്റേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട്. അതായത് ഒരു കോസ് ഓഫ് ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ എത്ര നാൾക്കുള്ളിൽ കേസ് കൊടുക്കാം എന്ന് പറയുന്ന ഒരു ആക്റ്റാണത്. അപ്പോൾ ഈ ആക്ട് പ്രകാരം ഓരോ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതിന് എത്ര നാൾക്കുള്ളിൽ കേസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കോൺട്രാക്റ്റിൽ അതും കഴിഞ്ഞിട്ടുള്ള പീരീഡ് കഴിഞ്ഞാണ് കേസ് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലോ അതൊരാളുടെ ലീഗൽ റൈറ്റ്സിനെ റിസ്ട്രെയിൻ ചെയ്യല്ലേ. സോ അങ്ങനെ ഒരു ക്ലോസ് വെച്ചാൽ പോലും അതും വോയിഡ് എഗ്രിമെൻ്റ് ആയിട്ട് മാറും. പക്ഷേ ഇതിനൊരു എക്സെപ്ഷൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ എഗ്രിമെൻറ്റിൽ എഴുതി വയ്ക്കാറുണ്ട് കേസിന് പോകാൻ പാടില്ല, പക്ഷേ ആർബിട്രേഷനിലേക്ക് വിടാം. എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ആർബിട്രേഷൻ നടത്തി അത് പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊരു ക്ലോസ് ഉണ്ടാക്കിയാൽ അത് വോയിഡ് എഗ്രിമെൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അത് ലീഗലി വാലിഡ് ആയിട്ടുള്ള ഒരു ക്ലോസ് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന കോടതിയിൽ ആയിരിക്കും ജൂറിസ്ഡിക്ഷൻ വരിക എന്ന് പറഞ്ഞിട്ടൊരു ക്ലോസ് വെച്ചാലും ആ ക്ലോസും വാലിഡ് ആയിരിക്കും. അതൊരിക്കലും വോയിഡ് എഗ്രിമെൻ്റ് ആയിട്ട് മാറില്ല. അടുത്തത് പറയുന്നത് അൺസർട്ടൈൻ എഗ്രിമെൻറ്റിനെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 29 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. എഗ്രിമെൻറ്റ്സ് ദ മീനിങ് ഓഫ് വിച്ച് ഈസ് നോട്ട് സർട്ടൈൻ ഓർ കേപ്പബിൾ ഓഫ് ബീയിങ് മെയ്ഡ് സർട്ടൈൻ ആർ വോയിഡ്. അതായത് എഗ്രിമെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സർട്ടൈനിറ്റി ഇല്ല, ഒരു വ്യക്തതയില്ല എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള എഗ്രിമെൻറ്റുകളും വോയിഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, എയും ബിയും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ്. അവർ എഗ്രിമെൻറ്റിൽ പറയുന്നു ഞാൻ നിനക്ക് 100 ടൺസ് ഓഫ് ഓയിൽ തരാം, അത്രേ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളൂ. അതെന്ത് ടൈപ്പ് ഓഫ് ഓയിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെജിറ്റബിൾ ഓയിലുണ്ട്, സൺഫ്ലവർ ഓയിലുണ്ട്, കോക്കനട്ട് ഓയിലുണ്ട്, ഒലീവ് ഓയിലുണ്ട്. ഇത് എന്ത് ടൈപ്പ് ഓഫ് ഓയിലാണെന്ന് പറയണ്ടേ. അപ്പോൾ ആ ഓയിൽ എന്താണെന്ന് മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് അത് ഒരു അൺസർട്ടൈൻ എഗ്രിമെൻ്റ് ആയിട്ട് മാറും. അങ്ങനെയുള്ള എഗ്രിമെൻറ്റ് ഇസ് വോയിഡ് ബിക്കോസ് ഓഫ് അൺസർട്ടനിറ്റി. അടുത്ത ഇലിസ്ട്രേഷൻ പറയുന്നത് എഗ്രിമെൻറ്റിൽ എഗ്രി ചെയ്യുകയാണ്, ഞാൻ എൻ്റെ കുതിരയെ നിനക്ക് 500 റുപ്പീസിനോ അല്ലെങ്കിൽ 1000 റുപ്പീസിനോ തരാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനകത്ത് എത്ര രൂപ എന്നുള്ള കാര്യത്തിലൊരു സർട്ടനിറ്റി ഇല്ല. 500 എന്നും പറയുന്നുണ്ട്, 1000 എന്നും പറയുന്നുണ്ട്. ഇതിലേതാണ് ഫൈനലൈസ് ചെയ്ത എമൗണ്ട് എന്ന് സർട്ടൈനായിട്ട് പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്റ്റ് ഒരു വോയിഡ് കോൺട്രാക്റ്റായിട്ട് മാറും. ഗത്തിങ് വേഴ്സസ് ലിനിയൻ്റെ കേസുണ്ട്, 1831 നടന്ന കേസാണ്. ഈ കേസിലും ഒരു കുതിരക്കച്ചവടം തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് കോൺട്രാക്റ്റിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കുതിര ലക്കിയാണെന്ന് തോന്നിയാൽ നിനക്ക് 5 പൗണ്ട് എക്സ്ട്രാ ഞാൻ തരും എന്ന എഗ്രിമെൻറ്റിൽ എഴുതി വയ്ക്കുകയാണ്. ഈ എഗ്രിമെൻറ്റും ഒരു അൺസർട്ടൈൻ എഗ്രിമെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ വോയിഡ് ആണെന്നാണ് കോടതി പറയുന്നത്. എങ്ങനെയാണ് ഒരു കുതിരയെ നമുക്ക് ലക്കിയാണെന്ന് പറയാൻ പറ്റുക? അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പാരാമീറ്റർ ഉണ്ടോ? ഇതൊന്നും തന്നെ ഇല്ല. വെറുതെ പറയുകയാണ് ഇരുന്നിട്ട് നിൻ്റെ കുതിര ലക്കിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 5 പൗണ്ട് എക്സ്ട്രാ തരാമെന്ന്. അപ്പോൾ അതൊരു അൺസർട്ടൈൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ എഗ്രിമെൻറ്റ് വോയിഡ് ആണെന്നാണ് കോടതി പറഞ്ഞത്. അടുത്തത് വേജറിങ് എഗ്രിമെൻറ്റ്. സെക്ഷൻ 30 ആണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. വേജറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബെറ്റ് ചെയ്യുന്ന പരിപാടിയില്ലേ, ബെറ്റിങ്ങിനെയാണ് നമ്മൾ വേജർ എന്ന് പറയുന്നത്. അപ്പോൾ വേജറിങ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ബെറ്റിംഗ് എഗ്രിമെൻ്റ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കാൻ നേരത്ത് ഓക്കെ ഇന്ത്യ ജയിച്ചാൽ നിനക്ക് 100 രൂപ തരാം, പാകിസ്ഥാനെ ജയിക്കണമെങ്കിൽ നിനക്ക് 100 രൂപ തരാം എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ ബെറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ആ ബെറ്റിംഗ് എഗ്രിമെൻ്റ് ആണ് വോയിഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബെറ്റ് ചെയ്തിട്ട് ഇന്ത്യ ജയിച്ചു, മറ്റേയാൾ
100 രൂപ കൊടുത്തില്ല അതും പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാൻ പറ്റില്ല. കാരണം അതൊരു വോയിഡ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ ഈ വേജറിങ് എഗ്രിമെൻറ്റിൽ മെയിനായിട്ട് എഗ്രിമെൻറ്റ് വരാറുള്ളത് ഇതുപോലെയുള്ള ഗെയിമുകളെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അൺസർട്ടൈൻ ഇവൻറ്റിനെ, അതായത് നമ്മുടെ കൺട്രോളിലല്ലാത്ത എന്തെങ്കിലും ഒരു അൺസർട്ടൈൻ ഇവൻറ്റിനെ ബേസ് ചെയ്ത് നടക്കുന്ന ബെറ്റിങ്ങിനെയാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ വേജറിങ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ബട്ട് ദർ ഈസ് സർട്ടൈൻ എക്സെപ്ഷൻ ഇൻ ഫേവർ ഓഫ് സർട്ടൈൻ പ്രൈസസ് ഫോർ ഹോഴ്സ് റേസിംഗ്. ഈ കുതിരപ്പന്തയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബെറ്റിങ്ങിനൊക്കെ കുറച്ച് ഇളവുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ദർ ആർ സർട്ടൈൻ എസെൻഷ്യൽസ് ഫോർ ദർ വേജർ. ഒരു സംഭവം വേജറാണ് അല്ലെങ്കിൽ അതൊരു ബെറ്റാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് കുറച്ച് എസെൻഷ്യൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ആൻഡ് ദ ഫസ്റ്റ് വൺ ആണ് അൺസർട്ടൈൻ ഇവൻറ്റ്. അതായത് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ബാർഗെയിൻ നടക്കുന്നത് ഈ അൺസർട്ടൈൻ ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അൺസർട്ടൈൻ ഇവൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള അല്ലെങ്കിൽ ആരെങ്കിലും തമ്മിലുള്ള ഒരു ഗെയിം, അതിനകത്ത് ആര് ജയിക്കും തോക്കും എന്നൊന്നും ഒട്ടും സർട്ടൈൻ ആയിരിക്കില്ല. ഓക്കെ, രണ്ടാമത്തെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് മ്യൂച്വൽ ചാൻസസ് ഓഫ് ഗെയിൻ ഓർ ലോസ്. ഇപ്പോൾ ഗെയിം തന്നെ എടുത്തു നോക്കൂ, ഇന്ത്യ ജയിക്കാനും ജയിക്കാതിരിക്കാനും ചാൻസസ് ഉണ്ട്. മ്യൂച്വൽ ചാൻസസ് ആണ് ജയിക്കാനും തോൽക്കാനുമായിട്ടുള്ളത്. അപ്പോൾ ഒരു വേജറിങ് എഗ്രിമെൻറ്റിനും ഈ മ്യൂച്വൽ ചാൻസസ് ഓഫ് ഗെയിൻ ഓർ ലോസ് കമ്പൽസറിയാണ്. ഇനി അടുത്ത എസെൻഷ്യലാണ് നെയ്തർ പാർട്ടി ടു ഹാവ് കൺട്രോൾ ഓവർ ദ ഇവൻറ്റ്. ഈ ബെറ്റ് വയ്ക്കുന്ന രണ്ട് പാർട്ടീസിനും ഈ ഇവൻറ്റിൻ്റെ മേളിൽ യാതൊരുവിധ കൺട്രോളും ഉണ്ടാവാൻ പാടില്ല. ഈ ബെറ്റ് വയ്ക്കുന്ന ആളുകൾ അതിൽ കളിക്കാനോ അല്ലെങ്കിൽ കളീനെ നിയന്ത്രിക്കാനോ ഒന്നും തന്നെ നിൽക്കുന്നില്ല. അപ്പോൾ നെയ്തർ പാർട്ടി ടു ഹാവ് കൺട്രോൾ ഓവർ ദ ഇവൻറ്റ്. ലാസ്റ്റ് വൺ ആണ് നോ അതർ ഇൻട്രസ്റ്റ് ഇൻ ദ ഇവൻറ്റ്. ദാറ്റ് മീൻസ് നെയ്തർ പാർട്ടി ഷുഡ് ഹാവ് എനി ഇൻട്രസ്റ്റ് ഇൻ ദ ഹാപ്പനിങ് ഓഫ് ദ ഇവൻറ്റ് അതർ ദാൻ ദ സം ഓർ സ്റ്റേക്ക് ഹി വിൽ വിൻ ഓർ ലോസ്. അതായത് ഈ ബെറ്റ് വയ്ക്കുന്ന പാർട്ടീസിന് ആകെയുള്ള അതിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ബെറ്റ് ജയിച്ചാൽ കിട്ടുന്ന കാശ്, അത് മാത്രമായിരിക്കും. അല്ലാതെ വേറൊരു രീതിയിലുള്ള ഇൻട്രസ്റ്റും ഈ പാർട്ടീസിന് ഈ ഇവൻറ്റിൻ്റെ മേളിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. ഇതുകൊണ്ടാണ് ഈ വേജറിങ് എഗ്രിമെൻറ്റിൽ നിന്ന് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എഗ്രിമെൻറ്റുകൾ വേറിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അയാൾ അനുഭവിക്കുന്ന ഒരു റിസ്ക് ഓഫ് ലോസ് ഉണ്ട്. അത് ചിലപ്പോൾ അയാളുടെ ലൈഫ് നഷ്ടപ്പെടുമെന്ന് ഓർത്താവാം, അല്ലെങ്കിൽ അയാളുടെ വാല്യൂബിൾ അസറ്റ്സിന് എന്തെങ്കിലും സംഭവിക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവത്തിന് റിസ്ക് ഓഫ് ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മറ്റ് വേജറിങ് എഗ്രിമെൻറ്റ്സിലൊന്നും ഇങ്ങനെയൊരു ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ മാച്ച് ജയിക്കുവാണെന്നുണ്ടെങ്കിൽ പോക്കറ്റിൽ ചിലപ്പോൾ എക്സ്ട്രാ 100 രൂപ കിട്ടും, തോറ്റാൽ കയ്യിലിരിക്കുന്ന 100 രൂപയും കൂടി പോകും. അങ്ങനെയൊരു ലോസ് അല്ലാതെ വേറൊന്നും അവിടെ സംഭവിക്കുന്നില്ല. ഇനി ഈ വേജറിങ് എഗ്രിമെൻറ്റിന് വേറെയും കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. പ്രൈസ് ഫോർ ഹോഴ്സ് റേസ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ദെൻ കോൺട്രാക്റ്റ് ഓഫ് ഇൻഷുറൻസ് ഇപ്പോൾ പറഞ്ഞു. ഇനി തേർഡ് വൺ ലോട്ടറിയും ഒരു കണക്കിന് പറഞ്ഞ ഒരു വേജറിങ് എഗ്രിമെൻ്റ് ആണ്. പക്ഷേ ഗവൺമെൻറ് ഓതറൈസ് ചെയ്ത ആളുകളാണ് ഈ പറയുന്ന ലോട്ടറിയുടെ ബിസിനസ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ്സ് എ വാലിഡ് വൺ. ദെൻ കോമ്പറ്റീഷൻ പ്രൈസ്, നമുക്കറിയാം പാട്ട് അല്ലെങ്കിൽ അത്ലറ്റിക് കോമ്പറ്റീഷൻ, ഇങ്ങനെയുള്ള കോമ്പറ്റീഷനുകളിലും ജയിക്കാനും ജയിക്കാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ കോമ്പറ്റീഷൻ പ്രൈസുകളിലൊക്കെ എപ്പോഴും ഒരു ടാലൻറ്റ് എന്ന ഘടകത്തിനെ ബേസ് ചെയ്തിട്ടാണ് അത് തീരുമാനിക്കുന്നത്. സോ ഈവൻ ദോ അതൊരു വേജറിങ് സംഭവമാണെങ്കിലും ഇറ്റ്സ് എ വാലിഡ് തിങ്. ദെൻ കോൺട്രിബ്യൂഷൻ ഓഫ് ചിറ്റ് ഫണ്ട്, നമുക്കറിയാം ചിട്ടിയൊക്കെ വിളിക്കുമ്പോൾ ചിട്ടി ഓരോ മാസം ഓരോരുത്തർക്ക് കൊടുക്കുന്നത് നറുക്കിട്ടിട്ടായിരിക്കും. അപ്പോൾ അവിടെയും കിട്ടാനും കിട്ടാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ കോൺട്രിബ്യൂഷൻ ഓഫ് ചിറ്റ് ഫണ്ട് വേജറിങ് എഗ്രിമെൻറ്റിൻ്റെ കീഴിലല്ല വരുന്നത്. അപ്പോൾ ഇത്രയാണ് വോയിഡ് എഗ്രിമെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ. ആദ്യത്തെ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന 5 കാര്യങ്ങളിൽ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അത് ആ മുന്നത്തെ വീഡിയോസ് നോക്കി പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതും കൂടെ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചെങ്കിൽ മാത്രമാണ് വോയിഡ് എഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഓക്കെ.